നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവനന്തപുരത്തിനായി സ്വർഗത്തിൽ തിരുവനന്തപുരത്തിലുള്ള പഠിപ്പാനായി കർത്താവ് നമുക്ക് വീണ്ടും അവസരം ഒരുക്കിയവർ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലം നാം യാഗങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി, പ്രത്യേകിച്ച് ഹോമയാഗം അഥവാ ദഹനയാഗം എന്ന വിഷയത്തെപ്പറ്റി പ്രിയദാസനോട് നാം കേൾക്കുകയുണ്ടായി. കേട്ട എല്ലാ വനത്തെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ അവസാന ഭാഗങ്ങളാണ് ചിന്തിച്ചത്. യാഗത്തിൻ്റെ ആന്തരിക വിശുദ്ധിയും ബാഹ്യവിശുദ്ധിയും, അഥവാ കുടലും കാലും വെള്ളത്തിൽ കഴുകി വേണം യാഗം അർപ്പിക്കാൻ എന്നുള്ള വിഷയം നാം ചിന്തിക്കുകയുണ്ടായി. അത് നമ്മുടെ വിശുദ്ധിയെ കാണിക്കുന്നതാണ്. ശാരീരിക വിശുദ്ധിയും ആന്തരിക വിശുദ്ധിയും അതുപോലെ ബാഹ്യവിശുദ്ധിയും കാണിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധി എപ്രകാരം പാലിക്കണം എന്നുള്ള വിഷയം നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. നാം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അന്നേരം കടന്നു വരികയല്ല, നാം 6 ദിവസവും വിശുദ്ധിയെ ജീവിച്ച ശേഷം വേണം 7-ാം ദിവസം നാം കർത്താവിനെ ആരാധിപ്പാൻ. അങ്ങനെയുള്ള പല വിഷയങ്ങളും നാം കേൾക്കുകയുണ്ടായി. അതുപോലെ മറ്റ് പല കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. അതുപോലെ അന്യാഗ്നിയുടെ കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. നാദാവും അബീഹുവും അന്യാഗ്നി കത്തിച്ചപ്പോൾ അവരെ അത് വിഴുങ്ങി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അത് ദഹിപ്പിച്ച കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. അതുപോലെ മറ്റ് പല കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. ഓസിയ, കുഷ്ഠരോഗിയ, ഇങ്ങനെ അശുദ്ധി ചെയ്ത പല കാര്യങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം അവർക്ക് ഈ ലോകത്തിൽ തന്നെ ദൈവം കൊടുത്ത് അവർക്ക് ശിക്ഷ കൊടുക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. അങ്ങനെ അനേക വിഷയം നാം ചിന്തിക്കുകയുണ്ടായി. ഇനി നിരന്തര ഹോമയാഗമാണ് എന്നുള്ള വിഷയം നാം ചിന്തിച്ചു. നമ്മുടെ നാം ക്രിസ്തുവിടെ കൃഷിയപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന നാമല്ല, ക്രിസ്തു നിന്ന് ജീവിക്കുന്ന പറവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പോലെ ഇടയാക്കണം. അങ്ങനെയുള്ള അതേ കാര്യം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് തുടർന്ന് അത് ചിന്തിക്കാം. ഏതാണ്ട് ഹോമയാഗം കഴിഞ്ഞ ആഴ്ച തീർന്നു വന്നു. ഇനി അടുത്ത യാഗങ്ങളെ പറ്റി ചിന്തിക്കാണ്ട് ഈ മാസം പ്രിയദേവദാസൻ എല്ലാ ദിവസവും ബുധനാഴ്ച 8 മണിക്ക് നമ്മുടെ വാരത്തിൽ സംസാരിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവെ അടിച്ചണമേ, കേൾക്കുന്ന സന്നിധിബോധത്തിൽ തിരുസന്നിധിയിൽ നമുക്ക് ദൈവത്തിനെ ശ്രമിക്കാം. ഇപ്പോൾ ദേവദാസൻ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഓവർ ടു ബ്രദർ സാം സെക്രട്ടറി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതലുള്ള പല ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷകളൊക്കെ ഞാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടായത് കാരണം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയുള്ള ശുശ്രൂഷകൾ ഒക്കെ തുടരാൻ കഴിയാത്ത ഒരു പ്രയാസം നേരിട്ടു. എൻ്റെ കണ്ണില് ഒരു കമ്പി കൊണ്ട് മുറിഞ്ഞു, ഇടത്തെ കണ്ണിൽ. അപ്പൊ അതിങ്ങനെ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിനൊരു മുറിവ് ഉണ്ടായി എന്ന് പറയുന്നത് അത് കണ്ണിന്റെ കൃഷ്ണമണിയിൽ കൊണ്ടില്ല. ദൈവം സഹായിച്ചു. കൃഷ്ണമണിയിൽ കൊണ്ടിരുന്നെങ്കിൽ കാഴ്ചയ്ക്ക് പ്രയാസം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ആ കൃഷ്ണമണിയുടെ തൊട്ട് താഴെയായിട്ട് വെള്ളയിലാണ് മുറിവുണ്ടായത്. അതിന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കൂടെ ആന്റിബയോട്ടിക് നാളെ കൂടെ ഉണ്ട്. നാളെ വീണ്ടും ഡോക്ടറെ കാണണം. ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സന്ദേഹം ഉണ്ടായിരുന്നു. കണ്ണിലൂടെ ഇങ്ങനെ വെള്ളം എടുക്കുകയും കണ്ണിൽ ഉറുത്തലും പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞ ക്ലാസ് ഒന്ന് മാറ്റിവെച്ചാലോ എന്ന് ചിന്തിച്ചു. അപ്പൊ ഞാൻ പിന്നെയും ചിന്തിച്ചു, അല്പം സുഖമുണ്ടല്ലോ, അതുകൊണ്ട് ക്ലാസ് മുടക്കണ്ട എന്ന് വിചാരിച്ചു. ആ നിലയിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ബൈബിളിലെ വാക്യങ്ങളൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചെറിയ അക്ഷരമായതുകൊണ്ട്. എങ്കിലും എൻ്റെ ഓർമ്മയിൽ നിന്ന് ചില വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. അധികം സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട്, കണ്ണിന് വേദന ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വളരെ സാവകാശത്തിൽ അധികം ശബ്ദമെടുക്കാതെ അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഭോജനയാഗത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ് നമുക്ക് പഠിക്കാനായിട്ട്. ഞാൻ പതുക്കെ പറഞ്ഞാലും കേൾക്കാമല്ലോ? കേൾക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരു സഹോദരന് വായിച്ച് കേൾപ്പിക്കുക. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവ് ആയിരിക്കണം. അവൻ അതിന്മേൽ എണ്ണ ഒഴിച്ച് കുന്തുരുക്കവും ഇടണം. അഹ്റോന്റെ
പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തുരുക്കം മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാർക്കും ഇരിക്കണം. യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം. ഓക്കെ, നമുക്ക് ഹോമയാഗത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ യാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആമുഖം എന്നുള്ള നിലയിൽ അല്പം ദീർഘമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോ അതിൻ്റെ യാഗ വിധത്തെ സംബന്ധിച്ചും യാഗത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഏതാണ്ട് ഒരു മാസം കടന്നുപോയി. ഒരു മാസം എന്ന് പറയുമ്പോൾ 4 ആഴ്ചത്തെ ക്ലാസ്സാണ് കടന്നുപോയത്. അപ്പോൾ 5 യാഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് 2 മാസമാണ്. ഇനിയിപ്പോ ശേഷിക്കുന്നത് ഈ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയാണ്. തുടർന്നുള്ള 4 ആഴ്ചകളിൽ 4 യാഗങ്ങൾ ഓരോ ആഴ്ചയിലും ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് ഒരു മാസം കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഭോജനയാഗത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭോജനയാഗം, ഈ ഹോമയാഗം പോലെ തന്നെ സൗരഭ്യവാസനയായിട്ടുള്ള യാഗമാണ് ഭോജനയാഗം. അതുപോലെ സൗരഭ്യവാസന യാഗങ്ങളിൽ ഉൾപ്പെട്ടതാണ് സമാധാനയാഗം. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഇത് 3ഉം ഈ യാഗങ്ങളിൽ ഏറ്റവും സൗരഭ്യവാസന യാഗങ്ങളിൽ പെട്ടതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഹോമയാഗത്തിന്റെ പ്രത്യേകതകൾ നാം ചിന്തിക്കുകയുണ്ടായി. ഹോമയാഗത്തിന് അർപ്പിക്കുന്ന മൃഗങ്ങൾ, വേർതിരിക്കപ്പെട്ട മൃഗങ്ങൾ, അതുപോലെ പക്ഷിയുടെ യാഗത്തെ സംബന്ധിച്ച് നാം ഹോമയാഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചില്ല. എന്നാൽ ആ പക്ഷിയുടെ യാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഊനവുമില്ലാത്ത നിഷ്കളങ്കയായ ഒരു പക്ഷിയുടെ തല പിരിച്ചു പറിച്ച് അതിന്റെ രക്തം യാഗപീഠത്തിൽ പിഴിഞ്ഞ് ഒഴിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു നിഷ്കളങ്ക പക്ഷിയുടെ തല പിരിച്ചു പറിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമായ ഒരു അനുഭവമാണ് എന്ന് പക്ഷി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നാൽ ആ പക്ഷി ഏറ്റവും ഹീനമായ നിലയിൽ കൊല്ലപ്പെടുകയാണ്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലെവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിൽ പിഴിഞ്ഞു കളയണം. അപ്പോൾ അത്ര വേദന ആ പക്ഷി സഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ ആ വേദന നമുക്ക് നോക്കിക്കാവുന്നതേ. നാം ഓരോ മൃഗങ്ങളെ സംബന്ധിച്ചോ ആ മൃഗങ്ങളുടെ യാഗങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം വ്യഥയിൽ കൂടെ കടന്നുപോയി എന്നുള്ളത്, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ പാപങ്ങൾ ചുമന്നു, നമ്മുടെ വേദനകൾ, സാക്ഷാൽ നമ്മുടെ വേദനകൾ നാം യെശയ്യാവ് 53 വായിക്കുന്നത് പോലെ കാൽവരിയുടെ ക്രൂശിൽ നരകവേദന നമ്മുടെ കർത്താവ് അനുഭവിച്ചതായിട്ടാണ് നമുക്ക് ഈ യാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭോജനയാഗത്തെ സംബന്ധിച്ചോളം ഇതുപോലെ മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ആവശ്യമില്ല. മറ്റു യാഗങ്ങളെല്ലാം രക്തസഹിത യാഗങ്ങളാണ്. എന്നാൽ ഭോജനയാഗം മാത്രമേ ഉള്ളൂ രക്തരഹിത യാഗമായി. ഇതിന് രക്തം ഇല്ല, എങ്കിലും ഇത് രക്തസഹിത യാഗങ്ങളോട് കൂടെയാണ് അർപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറപ്പാട് 29-ന്റെ 39 മുതൽ
42 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രക്തരഹിത യാഗമാണെങ്കിലും രക്തസഹിത യാഗങ്ങളോടുകൂടെ അർപ്പിക്കപ്പെട്ടിരുന്ന യാഗമാണ് ഭോജനയാഗം. ഈ ഭോജനയാഗത്തെ സംബന്ധിച്ച് 4 വസ്തുക്കളാണ് അതിന് ആവശ്യമായി. 4 വസ്തുക്കൾ. ആ 4 വസ്തുക്കളിൽ 1 നേരിയ മാവ്, 2 എണ്ണ, 3 കുന്തിരിക്കം, 4 ഉപ്പ്. ഈ 4 വസ്തുക്കൾ. ഈ 4 വസ്തുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രയാസമില്ലാതെ നമുക്ക് ലഭിക്കുന്ന 4 വസ്തുക്കളാണ്. നേരിയ മാവ്, അതുപോലെ എണ്ണ, കുന്തിരിക്കം, ഉപ്പ്. മിക്കവാറും എല്ലാ വീടുകളിലും ഉപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നേരിയ മാവ് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. എണ്ണയുണ്ടായി. പിന്നെ സാധാരണ നിലയിൽ ഇല്ലാതിരിക്കുന്നതെന്ന് പറയുന്നത് കുന്തിരിക്കമാണ്. എന്നാലും കുന്തിരിക്കം അത് ലഭിക്കുന്നതിന് വലിയ പ്രയാസമില്ല. അത് വൃക്ഷത്തിന്റെ കറയാണ്. അത് അഗ്നിയുമായി കൂടിച്ചേരുമ്പോഴാണ് അതിന് സൗരഭ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നേരിയ മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നേരിയ മാവ് എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമില്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളം ലഭിക്കുന്നുണ്ട്. നേരിയ മാവ് അപ്പത്തിന്റെ വേണോ, ഇടിയപ്പത്തിന്റെ വേണോ, അതുപോലെ പുട്ടിന്റെ വേണോ, ഏത് പലഹാരത്തിന് പറ്റിയതായിട്ടുള്ള മാവുകളും നമുക്ക് ഇന്ന് കടകളിൽ ലഭിക്കുന്നു. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികമായിട്ട് നോക്കുമ്പോൾ നേരിയ മാവ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പണിയാണ്. നമുക്ക് നോക്കാം, ഒരു നിലം അത് ഒരുക്കി അതിന് വിത്ത് വിതച്ച് അതിന് വളവും വെള്ളവും ഒക്കെ നൽകി അത് കൊയ്ത്തോളം വളരുമ്പോൾ അത് കൊയ്തെടുത്ത് മെതിച്ച് അതിന്റെ മണികൾ വേർതിരിച്ച് അതിന്റെ ഉമി കളഞ്ഞ് അതിനെ ആ ഉരലിലോ മറ്റോ ഇടിച്ച് പൊടിച്ച് വീണ്ടും അതിനെ അരിപ്പ കൊണ്ട് അരിച്ച് നേരിയ മാവാക്കിയെടുക്കുക വളരെ ശ്രമകരമായ ഒരു പണിയാണ്. അതുകൊണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തില് വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാക്കുകയായിരുന്നു. വല്ലപ്പോഴും ഒക്കെ. അന്ന് വലിയ സന്തോഷമാണ്. ഇന്ന് അപ്പം ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമുണ്ട്, സന്തോഷമാണ്. എന്നാൽ ഇന്നതല്ല. ഇന്ന് മിക്കവാറും അപ്പവും ഇഡലിയോ ദോശയോ പുട്ടോ അങ്ങനെയൊക്കെയുള്ള ഏത് പലഹാരം വേണമെങ്കിലും ഇന്ന് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ നേരിയ മാവ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നതും അതേസമയം ശ്രമകരമായ ഒരു അധ്വാനത്തിന്റെ ശേഷം ലഭിക്കുന്നതുമാണ് ഈ നേരിയ മാവ്. അതിന്റെ കളർ എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആണ്. ഗോതമ്പ് മാവാണെങ്കിലും അരിമാവാണെങ്കിലും അത് പ്യുവർ വൈറ്റ് ആണ്. ഈ നേരിയ മാവ് എന്ന് പറയുമ്പോൾ അതിലല്പം പോലും കരടില്ല, തരിയില്ല, വളരെ നേർമയുള്ള മാവ്, പ്യുവറായിട്ടുള്ള കരടില്ലാത്ത നേരിയ മാവ്. ഇത് നമ്മുടെ കർത്താവിന് സാദൃശ്യം വഹിക്കുന്നതാണ്. നേരിയ മാവ് കർത്താവിന് സാദൃശ്യം. അതെങ്ങനെയാണ് നമുക്ക് കർത്താവിന് സാദൃശ്യം വഹിക്കുന്നുവെന്നത് മനസ്സിലാക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്ക് നമുക്കറിയാം. യോഹന്നാൻ 12:24. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ. അപ്പോൾ ഈ ഗോതമ്പ് മണി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട ഒരു ഗോതമ്പ് മണിയാണ്. ആ വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണി ഭൂമിയിൽ വീണ് ചത്ത് അത് വലിയ വിളവ് ആയി. അത് 100, 60, 30 മേനിയായി വിളഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ഗോതമ്പ് മണി എന്നുള്ള നിലയിൽ അവൻ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട് ആ ഗോതമ്പ് മണി ചത്ത് വലിയ വിളവുണ്ടായി. ആ നിലയിൽ ഈ നേരിയ മാവായി നമ്മുടെ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പരിശുദ്ധിയെയും യേശു ക്രിസ്തുവിന്റെ കരടില്ലാത്ത ജീവിതത്തെയും പവിത്രമായ ജീവിതത്തെയും
വ്യക്തമാക്കുന്നതാണ് ഈ നേരിയ മാവ്. ആ നിലയിലുള്ള നേരിയ മാവാണ് ഈ ഭോജനയാഗത്തിന് ഉപയോഗിക്കേണ്ടത്. നേരിയ മാവ് കൊണ്ടുള്ള അത് തീയിൽ ചുട്ടെടുത്ത ദോശകളായിട്ടോ പുളിപ്പില്ലാത്ത വടകളോ ആയിട്ടോ ഒക്കെ ഈ ഭോജനയാഗം അർപ്പിക്കാമായിരുന്നു എന്ന് താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നൈർമല്യം, അത് നമ്മള് ഹോമയാഗത്തെ കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഊനമില്ലാത്ത കാളയെയും ആടിനെയും ഒക്കെ യാഗമർപ്പിക്കുമ്പോൾ ആ നിലയിൽ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഇത്രയും പരിശുദ്ധനാണ്, കരടില്ലാത്ത ജീവിതമാണ്. ശത്രുക്കൾക്ക് പോലും നമ്മുടെ കർത്താവിന് ഒരു അശുദ്ധിയോ ഒരു കുറ്റമോ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവിനെ പിടിക്കുവാനായിട്ട് ചേവകരെ അയച്ചതായ സമയത്ത് അവര് യേശുവിനെ പിടിക്കാതെ തിരിച്ചു ചെന്നപ്പോൾ അവരോട് ചോദിച്ചു അവന്റെ വാക്കുകൾ ലാവണ്യവാക്കുകളാണ്. ആ കർത്താവ് സംസാരിക്കുന്നത് പോലെ ഇതുവരെയും ഞങ്ങൾ മറ്റാരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. കർത്താവ് ജനത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയും, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. ഒരു സാധാരണ മനുഷ്യന് ജനത്തെ നോക്കി ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ആരുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് ഒരു തന്റെ ഇടത്തോടു കൂടെ പറയുവാനായിട്ട് സാധ്യമല്ല. കാരണം ആ മനുഷ്യനെ അറിയുന്നവർ, ആ മനുഷ്യന്റെ വൈകല്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവർ അനേകർ അവിടെ ഒരു പക്ഷേ ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവ് പ്രാഗൽഭ്യത്തോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. കർത്താവിൽ അശുദ്ധിയില്ലായിരുന്നു, കർത്താവിൽ പാപമില്ലായിരുന്നു. നൈർമല്യമുള്ളവൻ, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ എന്നാണല്ലോ കർത്താവിനെ കുറിച്ച് പറയുന്നത്. മറ്റ് വിഷയങ്ങളൊക്കെ നമ്മൾ ഹോമയാഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഈ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. യേശു കർത്താവ് മാത്രമേ ഉള്ളൂ പാപമില്ലാത്ത പരിശുദ്ധൻ, നിർമ്മലനായിരിക്കുന്നവൻ. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു തന്റെ ആ പരിശുദ്ധി തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. തന്റെ രഹസ്യവും പരസ്യവുമായ ജീവിതം പരിശുദ്ധമായിരുന്നു. ആർക്കും നമ്മുടെ കർത്താവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. യേശു കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് യേശു കർത്താവിൽ കുറ്റമുണ്ടെന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചവർ അവിടെ പരാജയപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നേരിയ മാവ് ഈ ഭോജനയാഗത്തിന് ഉപയോഗിക്കും. രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ്. നമുക്കറിയാം, ബൈബിൾ പഠിതാക്കളായിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. എണ്ണ പരിശുദ്ധാത്മാവിന് സാദൃശ്യം വഹിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് എണ്ണ പരിശുദ്ധാത്മാവിന് സാദൃശ്യം വഹിക്കുന്നു എന്ന് പറയുന്നത്? നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു ചെന്നാൽ എണ്ണ അഭിഷേക വസ്തുവാണ്. ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഒരാളെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയാണ് എണ്ണ. അതിനുവേണ്ടി പ്രത്യേക തൈലം ഉപയോഗിക്കാറുണ്ട്. ഒരു വ്യക്തി പുരോഹിതനായിട്ടോ ഒരു വ്യക്തി രാജാവായിട്ടോ അല്ലെങ്കിൽ പ്രവാചകനായിട്ടോ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തണമെങ്കിൽ തൈലക്കൊമ്പിൽ നിറച്ചിരിക്കുന്ന അഭിഷേക തൈലം ആ വ്യക്തിയുടെ തലയിൽ ഒഴിച്ച് ആ വ്യക്തിയെ ആ ശുശ്രൂഷയ്ക്ക് നിയുക്തനാക്കുന്ന ഒരു പരസ്യ പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഭോജനയാഗത്തിൽ എണ്ണയുണ്ടായിരിക്കണം. അത് ഈ നേരിയ മാവിൽ എണ്ണ ചേർക്കണം. നേരിയ മാവിൽ എണ്ണ ചേർക്കുക എന്ന് പറയുന്നത്, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ നിറവിൻ ജീവിതത്തെയാണ്. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. ഉത്ഭവിക്കുന്ന പ്രജയ്ക്ക് വിശുദ്ധ പ്രജ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, വിശുദ്ധ പ്രജ. അത് മാത്രമല്ല, കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ആത്മാവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷ പരിശുദ്ധാത്മ നിറവിലുള്ളതായിരുന്നു. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു എന്ന വാക്ക് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ് യേശു കർത്താവിന്റെ പൂർണ്ണ പേര്. യേശു എന്ന് മാത്രം പറഞ്ഞാൽ അത് പൂർണ്ണമാകുന്നില്ല. യേശു എന്ന പേരുള്ള
അനേക വ്യക്തികൾ ആ കാലത്തുണ്ടായിരുന്നു. ആ യേശു എന്ന വാക്കിന് രക്ഷിതാവ്, സേവ്യർ എന്നാണ് അർത്ഥം. എന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു കേവലം രക്ഷിതാവ് മാത്രമല്ല, അഭിഷക്തൻ കൂടിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ക്രിസ്തു എന്ന വാക്കിന് കൂർലോസ് അഥവാ അഭിഷക്തൻ എന്നാണ് അതിന്റെ അർത്ഥം. അഭിഷക്തൻ. ആ അഭിഷക്തൻ എന്നുള്ള നിലയിൽ നാം നമ്മുടെ കർത്താവിനെ പഴയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 61-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്യമാണ്, ഞാൻ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അവിടെ വായിക്കുന്നത്, എളിയവരോട് സ്വന്തവർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അഭിഷക്തൻ കർത്താവ് അഭിഷക്തൻ കർത്താവ്, അഭിഷക്തനായ കർത്താവ്, ആ അഭിഷക്തനായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായും രക്ഷിതാവായ അഭിഷക്തനായ കർത്താവ് എന്നുള്ള നിലയിലാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ നിലയിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു എന്ന് മാത്രം പറയാതെ ഒന്നുകിൽ യേശു ക്രിസ്തു എന്നോ അല്ലെങ്കിൽ യേശു കർത്താവ് എന്നോ പറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മഹത്വം ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും, നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കും. അപ്പൊ അഭിഷക്തനായ കർത്താവ്, ഈ അഭിഷക്തനായ കർത്താവിനോട് കൂടെ അഭിഷേകം പ്രാപിച്ചവരാണ് ദൈവമക്കൾ. അഭിഷക്തനായ കർത്താവിനോട് കൂടെ അഭിഷേകം പ്രാപിച്ചവരാണ് നമ്മൾ. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലെ അഭിഷേകത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അവിടെ പുറപ്പാട് പുസ്തകം പഠിക്കുന്നതായ സമയത്ത് അഭിഷേക തൈലം, ഈ ആരെ അഭിഷേകം ചെയ്യണമോ ആ വ്യക്തിയുടെ ശിരസിൽ ഒഴിക്കണമെന്നാണ്. ശിരസിൽ ഒഴിക്കണം, ശരീരത്തിൽ ഒഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശിരസിൽ ഒഴിക്കണം, ശരീരത്തിൽ ഒഴിക്കരുത്. അപ്പോ ഈ അഭിഷേക തൈലം അത് ശിരസിൽ ഒഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണല്ലോ ശിരസ്. കർത്താവ് ശിരസ്സായിരിക്കുന്നത് കൊണ്ട് ശിരസിൽ അഭിഷേകം പ്രാപിച്ച ശിരസ് അത് കർത്താവാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ശിരസ്സാണെങ്കിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ ചില ആളുകള് ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, അഭിഷേകം പ്രാപിക്കണം. അത് വിശ്വാസികൾ, പുതിയ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അഭിഷേകം പ്രാപിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശം പുതിയ നിയമത്തിലില്ല. നിങ്ങൾ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഒരു വാക്യം നമുക്ക് അതിനോട് ചേർത്ത് ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 1:21. 2 Corinthians chapter 1 verse 21. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പോൾ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഈ അഭിഷേകം എന്നുള്ള വാക്ക് 3 പ്രാവശ്യമാണ് പുതിയ നിയമത്തിലുള്ളത്. അഭിഷേകം എന്ന വാക്ക് 3 പ്രാവശ്യമേ പുതിയ നിയമത്തിലുള്ളൂ. അതിലൊന്നാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. മറ്റു 2 വാക്യങ്ങൾ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമുക്കറിയാം, ഇന്ന് ഈ പെന്തക്കോസ്ത് പഠിപ്പിക്കൽ അനുസരിച്ച് അവർ ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്ന ഒരു വിഷയമാണ് അഭിഷേകം എന്നുള്ള വിഷയം. എന്നാൽ വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 5 കാര്യങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൂടെയും മറ്റും ലേഖനങ്ങളിലൂടെയും മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ആത്മാവ് വിശ്വാസത്താലാണ് നാം പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവിലാൽ അല്ലാതെ ആർക്കും രക്ഷിക്കപ്പെടാനായിട്ട് കഴിയില്ല.
പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് ഏറ്റു പറയുവാൻ ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവരെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവത്തിന്റെ സ്വന്തമാക്കി എന്നാണ് അതിന്റെ അർത്ഥം. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് കർത്താവിന്റെ സ്വന്തമാക്കി. ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു, ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തു. ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യത നമുക്ക് ലഭിച്ചത് നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കാണ് ആരാധിക്കുവാനുള്ള യോഗ്യത. അവർ രാജകീയ പുരോഹിത വർഗമായതുകൊണ്ടാണ്, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. അവർക്ക് ആത്മാവിനെ അച്ചാരമായിട്ട് തന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എന്ന അർത്ഥമുള്ളൂ. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ മുന്നോടിയായിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിനെ. അപ്പോൾ ആത്മമുദ്ര, ആത്മ അച്ചാരം, ആത്മ അഭിഷേകം, അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് ആത്മനിറവ്. നാം ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. നാം ആത്മാവിനാൽ അച്ചാരം പ്രാപിച്ചവരാണ്. ആത്മാ അഭിഷേകത്താൽ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചോളം ആത്മനിറവിലുള്ള ജീവിതം നയിക്കണമെന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തു അഭിഷക്തനാണ്. ശിരസ് അഭിഷക്തമാണെങ്കിൽ, നമ്മുടെ കർത്താവാണ് യഥാർത്ഥത്തിൽ അഭിഷക്തനെങ്കിൽ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയും അഭിഷക്തമാണ്. അതിനൊരു സാദൃശ്യം നമ്മള് 133-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 133-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതിനൊരു സാദൃശ്യം പറയുകയാണ്. അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന അഭിഷേക തൈലത്തോട് സാദൃശ്യം വഹിച്ചുകൊണ്ട് അത് തലയിൽ ഒഴിക്കുന്നത് തലയിൽ തങ്ങി നിൽക്കാതെ അഹരോന്റെ നീണ്ട താടിയിൽ കൂടെ, അഹരോന്റെ വസ്ത്രത്തിലൂടെ അത് വസ്ത്രത്തിന്റെ വെളുമ്പിലേക്ക് ഒഴുകുക. ഇതൊരു വലിയ സാദൃശ്യമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അഭിഷക്തനാണ്. ആ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഭൂതമായ, ആത്മാവിനാൽ ഈ ഭൂമിയിൽ പൂജാതനായ കർത്താവ് ആത്മനിറവിലുള്ള തന്റെ ജീവിതവും ശുശ്രൂഷകളും നമുക്ക് പുതിയ നിയമത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ അഭിഷക്തനായ കർത്താവിനോട് കൂടെ നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി തീരുകയും നമ്മെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ സത്യമാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ. ഇനി നമുക്ക് വളരെ വിവരങ്ങൾ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നേരിയ മാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ ജീവിതത്തെയും, അതേസമയം എണ്ണ പരിശുദ്ധാത്മാവിനാൽ ഉള്ള തന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തെയും തന്റെ പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതത്തെയും ശുശ്രൂഷയെയും വ്യക്തമാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഭോജനയാഗത്തിന്റെ മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് കുന്തിരുക്കമാണ്. കുന്തിരുക്കം എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ കറയാണ്. ആ വൃക്ഷത്തിൽ നിന്നെടുക്കുന്ന കറ അത് ഒരു നിലയിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്ക് തോന്നാനില്ല. പക്ഷെ ആ കറ അഗ്നിയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് സുഗന്ധപൂരിതമായി മാറ്റപ്പെടുകയാണ്. ഇത് ഒരു വലിയ വസ്തുത നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ, താൻ പൂജാതനായി കഴിഞ്ഞപ്പോൾ വിദ്വാൻമാര് യേശു ജനിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കി പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ച വസ്തുക്കളായി അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ നമസ്കരിച്ചു എന്ന്, ആരാധിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആരാധനയ്ക്കായിട്ട് പോയ വിദ്വാൻമാർക്ക് ഈ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാഴ്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ കുന്തിരുക്കമുണ്ട്. പൊന്നുണ്ട്, മൂരുണ്ട്, കുന്തിരുക്കമുണ്ട്.
അതിനെ സംബന്ധിച്ച് വേദവ്യാഖ്യാതാക്കള് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: പൊന്ന് യേശുക്രിസ്തുവിന്റെ രാജത്വത്തെയും മൂര് യേശുക്രിസ്തുവിന്റെ പ്രവാചക ശുശ്രൂഷയെയും കുന്തിരുക്കം യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെയും കുറിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ വ്യാഖ്യാനം ബൈബിളിൽ അധിഷ്ഠിതമാണെങ്കിൽ അത് തെറ്റല്ല. പൊന്ന് എന്ന് പറയുന്നത് സാധാരണ രാജാക്കന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് പൊന്ന്. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചോളം കർത്താവ് രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. യേശുവിനെ അന്വേഷിച്ച് വിദ്വാൻമാർ ചെല്ലുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് കടത്തി വന്നത്. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജത്വത്തെ അവർ അംഗീകരിച്ചു. പ്രവാചകൻ പ്രവാചക ശുശ്രൂഷയാണ് കാണിക്കുന്നത്. ആ കൈപ്പേറിയ ഒരു ശുശ്രൂഷ. എന്ന വാക്കിന് കയ്പ് എന്നുള്ള അർത്ഥമുണ്ട്. പ്രവാചക ശുശ്രൂഷ കൈപ്പേറിയതായിരുന്നു. യോഹന്നാനോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഒരു ചെറു പുസ്തകം യോഹന്നാൻ അപ്പോസ്തലന്റെ കയ്യിൽ കൊടുത്തിട്ട്, അതുപോലെ എഹെസ്കേലിനോട് പറയുന്നുണ്ട്, അത് നീ ദാനിയേലിനോട് പറയുന്നു, നീ ഇത് തിന്നാൻ പറയുന്നു. അവ തിന്നുമ്പോൾ അത് വായിൽ മധുരമുള്ളതാണ്, പക്ഷേ വയറ്റിൽ ചെന്നപ്പോൾ അത് കയ്പായിട്ട് അനുഭവപ്പെട്ടു. ഇതെന്താണ് വെളിപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ വചനം. പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് ദൈവത്തിന്റെ വചനമാണ്. അത് വായിൽ മധുരമാണ്, തേൻകെട്ടയിലും മാധുര്യമേറിയതാണ്. പക്ഷേ അതിന്റെ റിയാക്ഷൻ, അതിന്റെ ഫലം എന്ന് പറയുന്നത് വളരെ കൈപ്പേറിയ ആ ഫലമാണ് ഉണ്ടാകുന്നത്. പ്രവാചകന്മാർ പ്രവാചക ശുശ്രൂഷ ചെയ്യുമ്പോൾ പാപത്തെ കുറിച്ച് കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി ഇസ്രയേലിന്റെ പാപത്തെ കുറിച്ചും ആ പാപത്തിന് സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചും അറിയിക്കണമെന്നുള്ളതാണ് പ്രവാചകന്മാരോടുള്ള ദൈവകൽപ്പന. പ്രവാചകന്മാരുടെ ശുശ്രൂഷ വളരെ കൈപ്പേറിയതായിരുന്നു. അത് ആത്മാർത്ഥമായി ചെയ്ത അനേകം പ്രവാചകന്മാർ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹൂദജനത്തെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരാണ്. നിങ്ങൾ ഏത് പ്രവാചകന്മാരെ, നിങ്ങളുടെ അടുക്കളയച്ച് ഏത് പ്രവാചകന്മാരെ നിങ്ങൾ കൊല്ലാതിരുന്നിട്ടുള്ളൂ? അപ്പോൾ പ്രവാചകന്മാരെ കൊന്നവരുടെ കൂട്ടാളികൾ എന്ന് അവരെ കുറിച്ച് പറയത്തക്ക നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൈപ്പേറിയ ശുശ്രൂഷ ആയിരുന്നു അത്, പ്രവാചക ശുശ്രൂഷ. അതുപോലെ കുന്തിരിക്കം സൗരഭ്യപൂരിതമായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ വ്യക്തമാക്കിയാണ്. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ആ നിലയിൽ സൗരഭ്യപൂരിതമായിട്ടുള്ള വഴിപാടും യാഗവുമായി അർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ ആ ശുശ്രൂഷയെ വ്യക്തമാക്കുന്നതാണ് ഈ കുന്തിരിക്കം എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ കുന്തിരിക്കത്തിന് തുല്യമായ സൗരഭ്യപൂരിതമായ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉത്തമഗീതത്തില് പ്രിയനും പ്രിയയും പരസ്പരം അവരുടെ സൗരഭ്യത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ശൂന്യകാര്യത്തിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. സ്ത്രീ തന്റെ പ്രിയനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇവനത്രേ എന്റെ പ്രിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അംഗം പ്രത്യേകമായിട്ടുള്ള വിവരണം നൽകുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ഉത്തമഗീതം 5:9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ, അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവും, അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രിയനെ സംബന്ധിച്ച് പറയുകയാണ്. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവും, അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. സൗരഭ്യപൂരിതമായ നമ്മുടെ കർത്താവിന്റെ ആ മഹത്വത്തെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ പ്രിയയെ സംബന്ധിച്ച് എന്താ പറയുന്നത്? പ്രിയയെ സംബന്ധിച്ച് പറയുന്നത്, തന്റെ കാന്തയെ സംബന്ധിച്ച് പറയുന്നത് ഉത്തമഗീതം 4:10 നമ്മൾ വായിക്കുന്നുണ്ട്, സകല സുഗന്ധവർഗത്തെക്കാളും നിന്റെ തൈലത്തിന്റെ പരിമളം എത്ര രസകരം, നിന്റെ വസ്ത്രത്തിന്റെ വാസന ലബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു. നോക്കണേ, എത്ര ശ്രേഷ്ഠമായിട്ടാണ് പ്രിയയെ സംബന്ധിച്ചും അതുപോലെ പ്രിയനെ സംബന്ധിച്ചും വർണ്ണിക്കുമ്പോൾ ആ സൗരഭ്യപൂരിതമായ വർണ്ണന നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ കർത്താവിന്റെ ആ സൗരഭ്യപൂരിതമായ ആ ജീവിതത്തെയും ആ ശുശ്രൂഷയും ഒക്കെ നമുക്ക് അവിടെ ഓർക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ
എന്ന് പറയുന്നത് ഉപ്പ്. ഉപ്പ് ഉപ്പ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അത് വലിയ വിലയില്ലാത്ത ഒന്നാണ്. പക്ഷേ ഉപ്പിന്റെ ഗുണം അത് വർണ്ണനാതീതമാണ്. നിന്റെ ഭോജനയാഗത്തിന് ഉപ്പ് ചേർക്കാതിരിക്കരുത്. നിന്റെ ഭോജനയാഗത്തിന് ഉപ്പ് ചേർക്കണം. 3 പ്രാവശ്യം ആവർത്തിച്ച് ഉപ്പിനെ സംബന്ധിച്ച് നമ്മൾ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ 3 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നത് അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹോവയ്ക്ക് അവ ആദ്യഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്ക് അർപ്പിക്കാം, എങ്കിലും ശൗരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത്. നിന്റെ ഭോജനയാഗത്തിനൊക്കെ ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. വളരെ പ്രത്യേകമായിട്ട് ഉപ്പിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുക. ഞാൻ ഈ ഉപ്പിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ ഉപ്പിന്റെ പല ഗുണങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഉപ്പിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്കറിയാം. ഒന്നാമത്തെ ഗുണം എന്ന് പറയും ഉപ്പ് രുചി നൽകുന്നതാണ്. രുചി നൽകുന്ന ഉപ്പ്. ഒരു മനോഹരമായി നല്ല മറ്റ് മസാലകളും കൂട്ടുകളും എല്ലാം ചേർത്ത് മനോഹരമായ ഒരു കറി തയ്യാറാക്കിയിരിക്കട്ടെ. ആ കറി തയ്യാറാക്കി അത് നമ്മുടെ വായിൽ വെച്ച് കൂട്ടത്തക്ക നിലയിൽ രുചിയുള്ളതായി തീരണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് രുചി നൽകുന്നതാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയും, രുചി നൽകുന്ന ഉപ്പ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും നമ്മള് രുചി നൽകുന്ന രുചിയില്ലാത്തവർക്ക് രുചി നൽകുന്ന കർത്താവിനെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. കനാവിലെ കല്യാണ സമയത്ത് അവിടെ വീഞ്ഞ് തീർന്നു. നമുക്ക് അതിനെ കുറിച്ച് അറിയാം. പക്ഷേ കർത്താവ് പറഞ്ഞു, കൽപാത്രങ്ങൾ വെള്ളം നിറപ്പാൻ പറഞ്ഞു, അപ്പോഴും നിറച്ചു, ഇപ്പോൾ ഒരു വിരുന്നുവായിരിക്കും. രുചി നോക്കിയാറെ അത് വളരെ രുചികരമായ വീഞ്ഞായി തീർന്നിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവര് ആശ്ചര്യം പുറത്തൊക്കെ നിലയിൽ ഇത്ര രുചികരമായ വീഞ്ഞ് നീ ഇതുവരെ എവിടെ കരുതി വെച്ചിരുന്നു എന്ന് പറയത്തക്കത്. വാസ്തവത്തില് നിറമോ മണമോ രുചിയോ ഒന്നുമില്ലാതിരുന്ന ആ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായി. മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ കർത്താവ് നമുക്ക് രുചി നൽകുന്നവരാണ്. നമ്മുടെ ജീവിതത്തെ രുചിയുള്ളതാക്കി മാറ്റിയത് നമ്മുടെ കർത്താവുമായിട്ടുള്ള സംസർഗമാണ്. കർത്താവ് രുചിയില്ലാത്ത, ഗുണമില്ലാത്ത, പ്രയോജനമില്ലാത്ത അപ്പോസ്തലനായ പൗലോസ് ഒനേസിമോസിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് സാധിക്കും. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോഴോ അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവൻ തന്നെ. പ്രയോജനമില്ലാത്തവരെ പ്രയോജനമുള്ളവരാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്തുവാൻ കഴിയും? അതിനെ മനുഷ്യർ നിലത്തിട്ട് ചവിട്ടിക്കളയുവാനില്ലാതെ അത് നിലത്തിനും വളത്തിനും കൊള്ളാത്തതായി മാറുകയാണ്. ഇതുപോലെയാണ് നമ്മോടുള്ളവർക്ക് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, മറ്റുള്ളവർക്ക് രുചി നൽകേണ്ടവരാണ്. നമ്മുടെ കർത്താവ് നമുക്ക് രുചി നൽകിയതുപോലെ നാം മറ്റുള്ളവർക്ക് രുചി നൽകേണ്ടതാണ്. രുചി നൽകുന്ന ഉപ്പിനെ സംബന്ധിച്ച്. രണ്ടാമത്, ഉപ്പിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഉപ്പ് ജീർണതയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. നമുക്കറിയാം, മുമ്പൊക്കെ ഇന്നത്തെ പോലുള്ള ഫ്രിഡ്ജോ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന സമയത്ത് മത്സ്യമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ അമ്മമാര് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അല്പം ഉപ്പ് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നാൽ ഉപ്പിടും. ഈ ഉപ്പിടുന്നത് ഈ മത്സ്യം ജീർണിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെയാണ് ഈ ഉപ്പിന്റെ ജീർണതയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സാദൃശ്യപ്പെടുത്തുമ്പോഴും ഈ ലോകം പാപനിമിത്തം അഴുകി നാറിയ അവസ്ഥയിലാണ്. ഒരു പാട്ടുകാരൻ പാടി, നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ച് പാട്ടുകാരൻ പാടിയിട്ടുണ്ടല്ലോ. അഴുകി നാറി ശവസമാനരായ പാപികൾക്ക് അഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിയിടും. എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. നമ്മൾ അഴുകി നാറിയവരായിരുന്നു, പാപത്തിന്റെ അഴുക്കി ചേറ്റിൽ കിട്ടുന്നവരായിരുന്നു, ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിട്ടുന്നവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ്
നമ്മെ രുചിയുള്ളവരാക്കി, അഴുകിയ അവസ്ഥയിൽ നിന്ന് നമ്മെ പ്രയോജനമുള്ളവരാക്കി മാറ്റി, നമ്മുടെ ആ ജീർണിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഉപ്പിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഉപ്പിന് ശുദ്ധീകരണ ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഉപ്പിന് ശുദ്ധീകരണ ശക്തി. രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, എലീശ പ്രവാചകന്റെ കാലത്ത് എരിയോ പട്ടണത്തിൽ വെള്ളം ഗർഭനാശകമായി. അത് വെള്ളം ചീത്തയായിരുന്നു, ഗർഭനാശകമായിരുന്നു. ആ വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുന്ന ആ വെള്ളം അത് ചീത്തയായിരുന്നത് മാത്രമല്ല, തലമുറ ഉണ്ടാകാനായിട്ട് ഇടയാകുന്നില്ല. തലമുറയെ നശിപ്പിക്കുന്ന വെള്ളം. ആ വെള്ളം വാസ്തവത്തിൽ ഏറ്റവും മോശപ്പെട്ടതായി. എലീശ പ്രവാചകൻ ഈ കാര്യം അറിഞ്ഞു. എലീശ പറഞ്ഞു, ഉപ്പ് കൊണ്ടുവരാം. ഉപ്പ് ഒരു തളികയിലിട്ടു. ആ തളികയിലിട്ട ഉപ്പ് വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളത്തിൽ പിന്നെ ദോഷമായിട്ട് ഒന്നുമില്ലായിരുന്നു. വെള്ളം ഉപ്പിട്ട് പഥ്യമാക്കിയ ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, ജീവൻ കൊടുക്കേണ്ടതാണ് വെള്ളം, ജീവജലമാണ്. വെള്ളം കുടിക്കാതിരുന്നാൽ ജീവൻ നഷ്ടപ്പെടും. പക്ഷെ ഈ വെള്ളം കുടിച്ചാൽ പിന്നെ തലമുറയുണ്ടാകുന്നില്ല, ഗർഭനാശകമാണ്. അങ്ങനെയുള്ള ആ വെള്ളത്തെ ജീവജലമാക്കി, പഥ്യമാക്കി, ശുദ്ധീകരിച്ച ദൈവപ്രവൃത്തിയെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ജീവജലത്തിന്റെ ഉറവാണ്. ആ ജീവജലത്തിന്റെ ഉറവ് ആ ശമരിയക്കാരി സ്ത്രീയെ വെള്ളം കോരാൻ വന്നു. അവളുടെ അവസ്ഥ നമുക്കറിയാം. അവൾ ഏറ്റവും അധർമ്മത്തിൽ, അശുദ്ധിയിൽ ജീവിച്ചൊരു സ്ത്രീ ആയിരുന്നു നമുക്കറിയാം. കർത്താവ് ആ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ അവളൊരു കർത്താവ് ഒരു പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നീ ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കും. ആ നിലയിൽ കർത്താവുമായിട്ടുള്ള സംസാരത്തിൽ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല, അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അപ്പോഴാണ് അങ്ങനെയെങ്കിൽ യജമാനെ, ഞാൻ ഇവിടത്തോളം വെള്ളം കോരാൻ വരാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞതായ വാക്കുകൾ. അങ്ങനെ കർത്താവിനെ മഷികയായി മനസ്സിലാക്കി അവളുടെ ആത്മദാഹം തീർന്ന് അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി കർത്താവിനെ മഷികയെ സാക്ഷിക്കുന്ന രംഗം ഓർക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ഉപ്പിന്റെ ഗുണഗണങ്ങൾ, അത് മാത്രമല്ല നമ്മൾ മറ്റൊരു ലവണ നിയമം എന്ന് പറയുന്ന ഒരു നിയമത്തെ സംബന്ധിച്ചും നമുക്ക് തിരുവഴുത്തിൽ നിന്നും വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ലവണ നിയമം എന്ന് പറഞ്ഞാൽ ഉപ്പ് കൊടുത്ത് ഉടമ്പടി ഉറപ്പാക്കുന്ന ഒരു നിയമം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും മനുഷ്യവർഗവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ലക്ഷണമായിട്ട് നമുക്ക് ഈ ഉപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ ഗുണഗണങ്ങളുള്ള ഉപ്പ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നേരിയ മാവ്, അതിനോട് എണ്ണ ചേർക്കണം, അതിൽ കുന്തിരിക്ക വിടണം, അതിൽ ഉപ്പ് ചേർക്കണം. ഈ 4 വസ്തുക്കൾ ഒന്നിച്ചു ചേർത്ത് അത് ദൈവത്തിനായിട്ട് അർപ്പിക്കുകയാണ്. അത് യാഗപീഠത്തിൽ അത് പുളിപ്പില്ലാത്ത വടകളോ ദോശകളോ ആയിട്ട് അതിനെ ദൈവത്തിനായി സമർപ്പിക്കുകയാണ്. എന്നാൽ ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് 2 നിർദ്ദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് നിർദ്ദേശവും ഇതുകൊണ്ട് നമുക്ക് നോക്കാം. ആ നിർദ്ദേശത്തെ സംബന്ധിച്ച് നമുക്ക് 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചത് ഒന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. ഓക്കെ, ഇവിടെ ഈ ഭോജനയാഗത്തിന്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച്, വിധങ്ങളെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ
നമുക്ക് അതിന് നേരിയ മാവ് നമ്മുടെ കർത്താവിന്റെ നല്ലതായിരിക്കുന്നു, സാദൃശ്യമായിരിക്കുന്നു. എണ്ണ പരിശുദ്ധാത്മാ നിറവിൻ ജീവിതത്തെ വ്യക്തമാക്കുന്നു. ഉപ്പ് അത് രുചി നൽകുന്നതായിട്ടും അത് ശുദ്ധീകരിക്കുന്നതായിട്ടും അത് ജീർണതയിൽ നിന്ന് പിടിപ്പിക്കുന്നതായിട്ടും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു നിയമത്തിന്റെ അടയാളമായിട്ട് നമുക്കതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ കുന്തിരിക്കം അത് സൗരഭ്യപൂരിതമായ ജീവിതത്തെ വ്യക്തമാക്കുന്നതായിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ ഇതിൽ പാടില്ല, നിങ്ങളുടെ ബോധനയാഗത്തിന് ഉപ്പ് ചേർക്കണമെന്ന് കർക്കശമായി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കർക്കശമായി പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ബോധനയാഗത്തിൽ പുളിച്ചത് യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. പുളിച്ചത് യാതൊന്നും പാടില്ല എന്ന് മാത്രമല്ല, യാതൊരു വക തേനും അതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, പുളിച്ചത് എന്ന് പറയുന്നത് ദൈവത്തിന് അത് അർപ്പിച്ചുകൂടാ. പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നത്. രണ്ട് നിലയിലുള്ള പുളിപ്പിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് രണ്ട് നിലയിലുള്ള പുളിപ്പ് എന്ന് പറയുന്നത്? ഒന്ന്, പുളിച്ച ഉപദേശം. പരീശന്മാരുടെ ആ ദുരുപദേശത്തെയാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുളിച്ച ഉപദേശം എന്ന് വെച്ചാൽ ദുരുപദേശം, അതാണ് പുളിപ്പ് കാണിക്കുന്നത്. മറ്റൊന്ന് അശുദ്ധമായ ജീവിതത്തെയാണ് കാണുന്നത്. നമ്മള് എഴുത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ പഴയ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവമാതിരിക്കുക. അപ്പോൾ ആ പഴയ പുളിമാവ് എന്ന് പറയുന്നത് നമ്മുടെ അശുദ്ധമായ ജീവിതത്തെയാണ് കാണിക്കുന്നത്. പുതിയ പുളിമാവ് എന്ന് പറയുന്നത്, പുതിയ മാവ് എന്ന് പറയുന്നത് പുതിയ പിണ്ടമാകേണ്ടതിന്, അതാണ് വായിക്കുന്നത്. പുതിയ പിണ്ടമാകേണ്ടത് സ്വച്ഛതയും സൗമ്യതയുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവമാതിരിക്കുക. അപ്പോൾ പുളിപ്പ് എന്ന് പറയുന്നത് ഉപദേശത്തിന്റെ പുളിപ്പിനെയും ജീവിതത്തിന്റെ പുളിപ്പിനെയും വ്യക്തമാക്കിയ. ഇന്ന് ഈ രണ്ടും ദൈവജനത്തിന്റെ മധ്യത്തിൽ കയറി കൂടിയിട്ടുണ്ട്. ഉപദേശത്തിന്റെ പുളിപ്പുണ്ട്, ജീവിതത്തിന്റെ പുളിപ്പ്. ഇത് രണ്ടും ദൈവം വെറുക്കുന്നതാണ്. നിന്റെ ബോധനയാഗത്തിന് പുളിച്ചത് യാതൊന്നും പാടില്ല, യാതൊരു വക തേനും പാടില്ല. ഈ തേനിന്റെ എന്തുകൊണ്ടാണ് തേൻ നിഷിദ്ധമാക്കിയത്? ബോധനയാഗത്തിൽ തേൻ നിഷിദ്ധമാക്കിയത് അതിനെ സംബന്ധിച്ച് ഞാൻ പല പുസ്തകങ്ങളും റഫർ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ട് വ്യക്തമായ ഒരു ഉത്തരം ആരും തന്നിട്ടില്ല. എന്നാൽ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ, ഒരു പുസ്തകം റഫർ ചെയ്തപ്പോൾ, ഈ തേനിലും പുളിപ്പുണ്ട്, അതുകൊണ്ടാണ് തേൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്നെ ഈ വിഷയം പഠിപ്പിച്ച ഒരു ദൈവദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത്, ഒരു ചെറിയ ഈച്ച, തേനീച്ച, ഒരു ചെറിയ ഈച്ച, ആ തേനീച്ച ഉണ്ടാക്കുന്ന തേന് അത് ആ ഈച്ചയ്ക്ക് പ്രശംസിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള മാധുര്യമേറിയ പോഷക സമൃദ്ധമായ തേനാണ് ആ ഈച്ച ഉണ്ടാക്കുന്നത്. ഈച്ചയ്ക്ക് പ്രശംസിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഏറ്റവും അധികം പ്രശംസിക്കുമായിരുന്നു. കണ്ടില്ലേ, ഞാനൊരു ചെറിയ ഈച്ചയായിട്ട് പോലും എത്ര ശ്രേഷ്ഠമായിട്ടുള്ള മധുരതരമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള തേനാണ് ഞാൻ ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ഈച്ചയ്ക്ക് അഭിമാനിക്കാമായിരുന്നു, ഈച്ചയ്ക്ക് ആത്മപ്രശംസ നടത്താമായിരുന്നു. അപ്പോ അതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്, ദൈവത്തിന് അർപ്പിക്കുന്നതിൽ പുളിച്ചത് യാതൊന്നും പാടില്ല, ആത്മപ്രശംസയും ഉണ്ടാകാൻ പാടില്ല. ആത്മപ്രശംസ നമുക്കറിയാം. നമ്മൾ ഹോമയാഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അന്യാഗ്നി കത്തിക്കരുത്. അന്യാഗ്നി കത്തിച്ച നാദാബും അബീഹുവും ആ ധൂപപീഠത്തിന്റെ സമീപത്ത് വെച്ച് തന്നെ ദൈവത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ സന്നിധാനം എത്ര ഗൗരവതരമാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു വ്യക്തി ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ദൈവസന്നിധി വരുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയുള്ള ശുശ്രൂഷയാണ് താൻ ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ നമ്മെ ഭരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എത്ര വിശുദ്ധിയോടുകൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്.
ഉദാസീനമായി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല. കർത്താവിന്റെ വേല ഉദാസീനതയോടുകൂടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവരെന്നാണ് തിരുവചനം രേഖപ്പെടുത്തി. അപ്പൊ ഉദാസീനതയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ആത്മപ്രശംസയോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ചിലരൊക്കെ സഭയിൽ ഒരു പ്രസംഗം ചെയ്തിട്ട് ശുശ്രൂഷ ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എന്റെ പ്രസംഗം, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ഉള്ളിലെ ചിന്ത എന്താണെന്നറിയാമോ? ആ വ്യക്തി കൊള്ളാം, നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി അതിൽ പ്രശംസിക്കുകയാണ്, അതിൽ സന്തോഷിക്കുകയാണ്. ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നത് സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയാണ്. പലപ്പോഴും പല പ്രഗത്ഭരായ ദൈവദാസന്മാർ പോലും ആത്മപ്രശംസയോടെ ശുശ്രൂഷിക്കുന്നത്, അവരുടെ ആ ശുശ്രൂഷകളിൽ ആത്മപ്രശംസ മുന്നിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, ഞാൻ ബൈബിൾ കോളേജിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ പിന്നിൽ ഞാൻ ബൈബിൾ കോളേജിന്റെ പടി പോലും കണ്ടിട്ടില്ലെങ്കിലും ബൈബിൾ കോളേജിന്റെ പടി കണ്ടിട്ടുള്ള, ബൈബിൾ കോളേജിൽ പഠിച്ച് ബിരുദമെടുത്തിട്ടുള്ള എത്രയോ ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്നെക്കാൾ പഠിപ്പും പത്രാസുമൊക്കെ ഉള്ള, ഡിഗ്രി എടുത്തിട്ടുള്ള, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരെക്കാളൊക്കെ ഞാൻ മെച്ചമായി ശുശ്രൂഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ ഭരിക്കും. അദ്ദേഹം ആ പ്രശംസാവാചകം പറഞ്ഞതിന് ശേഷം, ഞാൻ ആളെ പേര് പറയുന്നില്ല, നമ്മൾ വളരെ ഭയത്തോടുകൂടെ ഞാൻ ആ വാക്കുകളെ ഓർപ്പിക്കുക, ആ ഒരു പദം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തെ പിന്നെ പൊതുരംഗത്തെ ശുശ്രൂഷയിൽ കാണാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അസ്തമിച്ചു പോയ രംഗം ഞാൻ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മളെയൊക്കെ ദൈവം ഇത്രത്തോളം യോഗ്യതയുള്ളവരാക്കി, ഇത്രത്തോളം അനുഗ്രഹങ്ങളും നന്മകളും നമ്മെ ഈ വിശിഷ്ടമായ അനുഭവത്തിലേക്ക്, പദവിയിലേക്ക് നമ്മുടെ കർത്താവ് നമുക്ക് എന്താ പ്രശംസിപ്പാൻ? നമുക്ക് ഇതിന്റെ പിന്നിൽ ദൈവത്തിന് മഹത്വം കരയറ്റുകയല്ലാതെ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം, അത് കുശവൻ ദേഷ്യം വന്ന് എറിഞ്ഞുടച്ചു കളഞ്ഞ പാത്രം. എന്നാൽ ആ പാത്രത്തെ പിന്നെയും ആ കളിമണ്ണിനോട് ദയ തോന്നി ആ കളിമണ്ണിനെ വീണ്ടും പരുവപ്പെടുത്തി ആ കുശവന്റെ കയ്യിൽ തനിക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി രൂപപ്പെടുത്തി. ദൈവത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് പ്രശംസിക്കുവാൻ, നമുക്ക് പുളിപ്പും തേനും വർദ്ധിച്ച ഒരു യാഗ സമാനമായി ഈ യാഗത്തെ സംബന്ധിച്ചു ഇപ്പോൾ ഞാനിന്ന് ഭോജനയാഗത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മറ്റൊരു ഓർക്കാൻ, ഇത് അതിവിശുദ്ധം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർമ്മിക്കുക, ഇത് അതിവിശുദ്ധമാണ്, യഹോവയ്ക്ക് അതിവിശുദ്ധം. രണ്ടാമത് ഈ ഭോജനയാഗത്തെ കുറിച്ച് പറയുന്നത്, ഇതിന്റെ ശേഷിപ്പ് അഹരോനും പുത്രനും. രണ്ടാമത്തെ അധ്യായത്തിന്റെ 3 ശേഷിപ്പ് അഹരോനും പുത്രനും എന്ന് പറഞ്ഞാൽ, ഹോമയാഗത്തിൽ ശേഷിപ്പൊന്നുമില്ല, അത് സമ്പൂർണ്ണ ദഹനയാഗം. എന്നാൽ ഭോജനയാഗത്തോട് ബന്ധത്തിൽ അത് ദൈവത്തിന് അർപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഓരോരും പുത്രന്മാർക്കുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു വലിയ സത്യം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നാം ഇന്ന് ദൈവത്തിനായിട്ട് ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ, നേരിയ മാവിനോട്, വിശുദ്ധ ജീവിതമാകുന്ന നേരിയ മാവിനോട് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ചേർത്ത്, രുചിപ്പിക്കുന്ന ഉപ്പ് ചേർത്ത്, സൗരഭ്യം തൂകുന്ന കുന്തിരിക്കം ചേർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണമായി
അതിവിശുദ്ധയാഗമായിട്ട് അർപ്പിക്കുന്നു. അത് സ്വർഗം പ്രസാദിക്കുന്ന ഒരു ബോധനയാഗ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, അംഗീകരിക്കപ്പെടും. കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന്റെ നിഴലായിട്ട് നമുക്ക് ഈ ബോധനയാഗത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം അതുപോലെയുള്ള ജീവിതം, അതുപോലുള്ളൊരു യാഗമായിരുന്നു. ധൈര്യമാകുന്ന വിശുദ്ധ ജീവിതം. നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ മറ്റായില്ല. ആ വിശുദ്ധ ജീവിതം പരിശുദ്ധാത്മ പൂർണ്ണമായിരുന്നു. ആ ജീവിതം ഉപ്പ് ചേർത്തതായിരുന്നു. അത് രുചി നൽകുന്നതും ജീർണതയിൽ നിന്ന് വിടുവിക്കുന്നതും അത് ശുദ്ധീകരണ ശക്തിയുള്ളതും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയുടെ ചിത്രമായ ഉപ്പ്. ആ ഉപ്പ് ചേർത്ത് കുന്തിരിക്കം ചേർത്ത സൗരഭ്യപൂരിതമായ നമ്മുടെ കർത്താവിനെ പോലെ ശ്രേഷ്ഠൻ, നമ്മുടെ കർത്താവിനെ പോലെ സുന്ദരൻ, നമ്മുടെ കർത്താവിനെ പോലെ ആ സൗരഭ്യം തൂകുന്ന ജീവിതത്തിന് ഉടമയായ വ്യക്തി മറ്റാരുമില്ല. നാം കർത്താവിനോട് ഏകീഭവിച്ച് ഒരു ക്രിസ്ത്യ ജീവൻ നയിക്കുമ്പോൾ ഈ നിലയിലുള്ളൊരു ബോധനയായ ജീവിതം നമുക്ക് ദൈവത്തിന് അർപ്പിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പ്രശംസിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തണം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കാലിന് ദൈവം പാതയ്ക്ക് പ്രകാശം വലിയൊരു വാരത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ശ്രമിക്കാൻ വേണ്ടിയായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയവർ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ഇന്ന് നാം കേട്ടതായ വിഷയം പ്രധാനമായിട്ട് ഭോജനയാഗം എന്നുള്ളതാണല്ലോ. ഭോജനയാഗത്തിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ ചേർക്കണമെന്ന് നാം കാണുകയുണ്ടായി. നേരിയ മാവ്, അതുപോലെ എണ്ണ, അതുപോലെ കുന്തിരിക്കം, ഉപ്പ്, ഇങ്ങനെ 4 കാര്യങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പ്രിയ ദേവദാസൻ നമ്മുടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതുകൂടാതെ അവസാനമായിട്ട് നാം പറഞ്ഞത് അതിൽ 2 കാര്യങ്ങൾ ചേർക്കരുത്. തേൻ പാടില്ല, അതുപോലെ പുളിപ്പ് പാടില്ല, അതുപോലെ തേൻ പാടില്ല. പുളിപ്പ് നമ്മുടെ ദുരുപദേശത്തെയും അതുപോലെ അശുദ്ധ ജീവിതത്തെയും കാണിക്കുന്നു. അതുപോലെ തേൻ കാണിക്കുന്നത് അത് നമ്മുടെ നിഗളത്തെ കാണിക്കുന്ന അഥവാ ആത്മപ്രശംസയെ കാണിക്കുന്നതായിട്ട് അന്ന് കാണാനായി കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും നമ്മൾ ഇന്ന് ദേവദാസനെ ഓർപ്പിച്ച് കേട്ട എല്ലാ വചനത്തെ ഓർത്ത് ദൈവത്തെ ബന്ധപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ദൈവം അനുവദിക്കുന്ന വർഷം അടുത്ത ആഴ്ചയിലും ഇതേ ദിവസം ഇതേ സമയം ദേവദാസൻ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇപ്പോൾ സകലയാസവരം പ്രാർത്ഥിച്ച നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ടും കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രീത ദേവദാസനിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകൾ ഭോജനയാഗത്തെപ്പറ്റി ശ്രവിപ്പാൻ അവിടെ ഞങ്ങളെ ഇടയാക്കി. ആ ഭോജനയാഗത്തിൽ കർത്താവെ നേരിയ മാവ്, അതുപോലെ എണ്ണ, കുന്തിരിക്കം, ഉപ്പ്, ഈ 4 വിഷയങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങളുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത ഞങ്ങൾക്ക് കൂടുതലായി ഇതിൽ കൂടി മനസ്സിലാക്കുവാൻ തക്കണം ദാസിനെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതവും കർത്താവെ അവിടുത്തേക്ക് പ്രസാദമാകുന്ന ഒരു യാഗമായി ജീവിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഈ കേട്ട വചനം മുഖാന്തരം അവിടുത്തെ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ കേട്ട വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ അത് നിവർത്തിപ്പാൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന് മഹത്വം കരയേറ്റുന്ന ഒരു ജീവിതം ചെയ്യുവാൻ, അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ ചെയ്യുവാൻ അവിടെ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഉണ്ടാവാകാതെ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദാസിനെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചു. കർത്താവെ, ബലഹീനതയിൽ അവിടുന്ന് കർത്താവ് താങ്ങി. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ കണ്ണിൻ്റെ കമ്പി കൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, ദൈവാശ്വാസം കൊടുത്തിരിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസിനെ വേണ്ടുന്ന എല്ലാ കൃപകളും നൽകി വരും ദിവസങ്ങളിൽ കർത്താവെ സൗഖ്യം പ്രാപിച്ച് തിരുനാമോത്സവത്തിനായിട്ട് ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ധാരാളവും സമൃദ്ധിയായും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിലും കർത്താവ് ഈ ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ അതിമഹത്തുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നാം കേട്ട വചനത്തോടും വചനം സംസാരിച്ച പ്രിയദാസനോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.